ഇന്നിവിടെ പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. അത് ഷോർട്ട് ടേമിൽ നിന്നും അഥവാ മീഡിയം ടേമിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ പ്രോഫിറ്റിൻ്റെ 20% നമ്മൾ ടാക്സായി അടയ്ക്കുന്നുണ്ട്. അത് കോമ്പൗണ്ടിങ്ങിൽ കാര്യമായി അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള സ്റ്റോക്സിനെ സെലക്ട് ചെയ്യാനായിട്ട്. ഒരു 10 സ്റ്റോക്കിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും ലോങ് ടേം കോമ്പൗണ്ടിങ്ങിൽ വെക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതൊരിക്കലും ഒരു പ്രോഫിറ്റ് ടാർഗറ്റോ അല്ലെങ്കിൽ പ്രൈസ് ടാർഗറ്റോ വെച്ചിട്ട് വിൽക്കുന്നതല്ല ശരി. ഒരു 70% നമ്മുടെ ഫണ്ട് ആണ് ഇതിനകത്തേക്ക് ഞാൻ അഡ്വൈസ് ചെയ്യുക. പിന്നെ ഇത് ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് വേണം ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സേഫർ. അതേപോലെ തന്നെ ഒരു 3% ഒക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് റൈസ് നമുക്ക് കസ്റ്റമറിനെ ലൂസ് ചെയ്യുന്ന രീതിയിൽ ആവരുത്. നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒത്തിരി ക്രൈറ്റീരിയകൾ നോക്കണം. വാറൻ ബഫറ്റിൻ്റെ എല്ലാ സ്റ്റഡീസും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ROCE 20% മുകളിലായിരിക്കണം. ROCE എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ. അതിനകത്ത് ഇക്വിറ്റിയും ഡെപ്സും വരും. പിന്നെ ROCE എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് വെച്ചാൽ 100 രൂപയിൽ നിന്ന് 20 രൂപ നമുക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടുന്ന ഒരു ബിസിനസ് ആയിരിക്കും അത്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി വേണം, ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫോർമലൈസേഷൻ വേണം, പിന്നെ പ്രീമിയമൈസേഷൻ. ഇതൊക്കെ ഞാൻ നേരത്തെ വിവരിച്ചിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ബെസ്റ്റ് 2 പ്രൈവറ്റ് ബാങ്ക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സ്റ്റഡി പർപ്പസിന് എടുക്കാവുന്നതാണ്. ഡെപ്റ്റ് വളരെ കുറവായിരിക്കണം. ഡെപ്റ്റ് ഇക്വിറ്റി 0.2 0.2 താഴെയായിരിക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 50% 5%-നേക്കായും പെർ ഇയർ മോഡലായിരിക്കണം. അതുതന്നെയല്ല അത് റേസിംഗ് ആയിരിക്കണം. പ്രൊമോട്ടർ പ്രെഡിങ് ഉണ്ടാകാൻ പാടില്ല. മാനേജ്മെൻറ്റ് എത്തിക്സ് നോക്കുന്നവരും ഫണ്ട് സൈഫൺ ചെയ്യുന്നവരുമായിരിക്കരുത്. ഇവിടെ ഇറലവൻ്റ് എന്നല്ലെങ്കിൽ വലിയ വിലയില്ലാത്ത 2 കാര്യങ്ങൾ പെഗ് വാല്യൂ ആണ്. ഒന്ന്, അതായത് പെഗ് വാല്യൂ എന്ന് പറയുമ്പോൾ അത് ഗ്രോത്ത് അതിനകത്തേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഒരു 3 to 5 ഇയേഴ്സിനകത്തേക്കാണ് നമുക്ക് നോർമലി അത് റിലയബിളായിട്ട് കിട്ടുക. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. അതുകൊണ്ട് പെഗ് വാല്യൂവിൽ ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതുപോലെ നമ്മൾ നോക്കേണ്ടത് ആ സ്റ്റോക്കിൻ്റെ ഹിസ്റ്റോറിക് ആണെന്ന് നോക്കിയിട്ട് ആ ഹിസ്റ്റോറിക്കിനേക്കാൾ താഴെ ആവുമ്പോഴാണ് നമ്മൾ അത് വാങ്ങിക്കൂട്ടേണ്ടത്.